മിറ്റത്ത് തിരുമ്പി തോരട്ടെ കണ്ടാലേ മഴക്ക് അപ്പൊരു മഴ പെയ്തെങ്ങാണ്ട് തിരുമ്പി തോരട്ടൊക്കെ എടുത്ത് കൊടുന്നാലോ അപ്പാണ് വെയിലാർച്ചും ചോദിച്ചും അങ്ങനെ വരൂലേ. എന്നിട്ട് പിന്നെ അങ്ങോട്ടന്നെ കൊണ്ടിടുക അങ്ങോട്ടന്നെ ഇടുക. അതൊരു പണിയേക്കരം. അതിലാരൊക്കെ നല്ലത് നമുക്ക് എന്താണ് നമ്മൾ ഔത്ത് കൊടുങ്ങാണ്ട് തോരയിടുക. മഴക്കാലം കൂടി ആകുമ്പോൾ പിന്നെ പറയാനും ഇല്ലല്ലോ. അകൊക്കെ ആകെ നിറഞ്ഞേക്കൂലേ. മുറ്റത്ത് തോരയിടണം അത്ര എളുപ്പത്തിൽ ഉണങ്ങൂലെന്നുണ്ടെങ്കിലും ഒരു 2 ദിവസമൊക്കെ റെസ്റ്റ് കൊടുത്താൽ അത് ഉണങ്ങിക്കോളൂ കേട്ടോ. ഞങ്ങളോട് 2 അർജൻറ്റീന കുപ്പായ കണ്ടിട്ടോ, കണ്ടില്ല നിങ്ങൾ? എന്തോ ഒന്ന് തിരുമ്പിയപ്പോൾ കളർ ഇളകിയിരിക്കണം കേട്ടോ. അത് ഈ ഇഞ്ചൊക്കെ കുട്ടീൻ്റെ പാൻറ്റിലൊക്കെ പൊടിച്ചും ചെയ്തു. അതെന്താണെന്ന് വെച്ചാൽ മനസ്സിലായിട്ടില്ല. ഈ മെഷീനിലൊക്കെ തിരുമ്പിയാൽ ഇതാണല്ലേ അവസ്ഥ. അതിലാറ് നമുക്ക് കല്ലും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയാണ് തിരുമ്പിയാണ്ടല്ലോ തച്ച് തിരുമ്പണീനൊക്കൂല. ഇത് നമ്മൾ അത് ഏതാ കളർ പിടിച്ചണത് ഇത് ഏതാന്നൊക്കെ ഇങ്ങനെ തിരഞ്ഞ് നടക്കണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഒക്കെ ഇങ്ങനെ മാറ്റി മാറ്റി തിരുമ്പാണ് നല്ലത്. നിങ്ങളിപ്പോൾ ആകെ 3 ആളല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് 10 മാത്രം തിരുമ്പാലെന്ന് പറയണവരോടാണ് വെച്ച് പറയല്ലേ കേട്ടോ. ഈ 2 ദിവസത്തെ തിരുമ്പാലതാണ് ഈ കൊട്ട മുഴുവൻ കാണുന്നത്, കണ്ടില്ല നിങ്ങൾ? 2 ദിവസമേ ഈ പൊട്ടും പൊടിയൊക്കെ എടുത്തങ്ങാണ്ട് തിരുമ്പാൻ നിന്നുണ്ടല്ലോ ഈ കൊട്ടയാണെന്ന് അറിയട്ടോ. അങ്ങനെ തോരട്ടിലൊക്കെ കഴിഞ്ഞിക്കണ്. നമ്മൾ ഇനി തിരിച്ച് പോണത് വെറും കച്ചവടമല്ല കേട്ടോ. ഒരാഴ്ച അയലുമ്മ കടന്ന് റെസ്റ്റ് എടുത്തവരാണ് ഇതൊക്കെ. അപ്പം ഇനി ഓലെ നമ്മളൊന്ന് താഴത്തേക്ക് എത്തിച്ച് നോക്കുക. മേലെ കൊടുത്തിട്ട് തോരട്ടാൽ പിന്നെ ഒന്നും നോക്കാമല്ലേ. മഴയില്ല വെയിലും ഇല്ല, എടുത്തേക്കും വേണ്ട. എന്തെങ്കിലുമൊക്കെ അത്യാവശ്യമില്ലാതെ എപ്പോഴേലൊക്കെ ചോദിച്ചാണെന്നുണ്ടെങ്കിൽ അപ്പം വണ്ടിക്കയറി അത് മാത്രം എടുത്ത് വേഗം പോകുക. നിങ്ങളോടൊക്കെ എങ്ങനെയാണ് ഇയാളെ ഒന്ന് പറയട്ടോ നിങ്ങൾ. അവിടുന്ന് ഇറങ്ങി പോന്നപ്പോഴാണ് ഞാനിത് ചെടി നോക്കണത് കേട്ടോ. ഇത് ഔത്ത് വെച്ചിട്ടാണെന്ന് തോന്നുന്നുണ്ട്. ആകെ ഇലയൊക്കെ കരിഞ്ഞതായിക്കണേ. പക്ഷെ അതിന് നല്ല വെയിലും പറ്റൂല കേട്ടോ.